റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ ദേ ഇതുപോലത്തെ ബ്ലർ ആൻഡ് സ്പാർക്കിൾ എഫക്റ്റിലെ പിക്ചേഴ്സ് കണ്ടു. എനിക്കത് റീക്രിയേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഫൺ ബിഹൈൻഡ് ദ സീൻസ് ഫോട്ടോഷൂട്ടാണ്. എൻ്റെ വരെ കാണണേ, ഇതിൻ്റെ റിസൾട്ട്സും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോയി. ചേച്ചിയാണ് മേക്കപ്പ് ചെയ്യണത്. ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഹസ്ബൻഡ്സും നമ്മൾ ട്രോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഈ കണ്ടത്. ചേച്ചിക്ക് ഒത്തിരി നന്നായിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. എനിക്ക് മേക്കപ്പിനെ കുറിച്ച് അത്ര ഐഡിയ ഇല്ല. ആകെ ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രമേ എഴുതാൻ അറിയുള്ളൂ. അത് മാത്രമാണ് എൻ്റെ ഗോ ടു. പക്ഷെ ചേച്ചി ഒത്തിരി നന്നായിട്ട് മേക്കപ്പിനെ കുറിച്ചിട്ട് നല്ല ഐഡിയ ഉള്ള ആളാണ്. ഒത്തിരി നന്നായിട്ട് ക്രിയേറ്റീവായിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്കും ഭയങ്കര ആഗ്രഹം നമുക്ക് മേക്കപ്പ് ചെയ്ത് തരണമെന്ന്. അപ്പോൾ ചേച്ചിയും ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കാനും സെറ്റ് ചെയ്ത് കൊടുക്കാനും എല്ലാം. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, ഇത് നമ്മുടെ ഐലാഷ് സെറ്റ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ ഇത് വേറൊരാൾ ചെയ്യുമ്പോൾ കണ്ണി തട്ടുന്നുള്ള പേടി കാരണം കണ്ണടച്ചടച്ച് പോവായിരുന്നു. പക്ഷെ അത് ചെയ്തപ്പോൾ ഒത്തിരി നല്ല ഡിഫറൻസ് ഉണ്ടായി. ഐലാഷസ് ഭയങ്കര എക്സ്റ്റെൻഡഡ് ആയിട്ട് നിന്നു. എന്നിട്ട് മസ്കാര ഇട്ടപ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വന്നത്. പിന്നെ ദേ ലിപ്സ്റ്റിക്കാണ് എൻ്റെ ഗോ ടു, എൻ്റെ ഫേവററ്റ് മേക്കപ്പ് ഐറ്റം എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഒത്തിരി വലിയ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉണ്ട്. ഞാൻ കൂടുതലും ഡാർക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരു ദിവസം ഇനി അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാം കേട്ടോ. എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ്റെ ഒരു വ്ളോഗ് ചെയ്യാം. അത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചൊരു വ്ളോഗാണ്. അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞു. ബ്ലഷും എല്ലാം ഇട്ട് ചേച്ചി ഒരു ഫുൾ കോഴ്സ് മേക്കപ്പ് സെറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. സോ ചേച്ചി ചെയ്ത് തന്നപ്പോൾ ഒത്തിരി സന്തോഷമായി തോന്നി. പുള്ളിക്കാരത്തേക്ക് ഇൻട്രസ്റ്റും കൂടെ ഉള്ളതായതുകൊണ്ട് പുള്ളിക്കാരത്തി നല്ല സൂപ്പറായി ചെയ്തതുണ്ട്. കണ്ടോ, കുറച്ച് ഡ്രൈ ആണ് സ്കിന്ന്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. എന്നും തണുപ്പടിച്ച് ജോലിക്ക് പോകണ കാരണം എക്സ്ട്രീംലി ഡ്രൈ ആണ് എൻ്റെ ഫേസ്. പിന്നെ ഇത് ഈ ഒരു ഐറ്റം കണ്ടോ, ഇത് ഡൈസൻ്റെ ഹെയർ കേളറാണ്. ചേച്ചിയുടെ കയ്യിലുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് കേൾസ് കിടക്കും. വെർത്ത് മണിയാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയാം. പിന്നെ എൻ്റെ ബോഡി ചെയിൻ കണ്ടോ, ഇതാണ് ഞാൻ എക്സ്ട്രാ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടത്. ഇതാണ് ഫുൾ ലുക്ക്. ബ്ലാക്ക് പാൻസ്, ബ്ലാക്ക് സ്വെറ്റർ, ടോട്ടൽ നെക്ക്, പിന്നെ ഒരു കുഞ്ഞ് ബ്ലേസർ ആഡ് ചെയ്തു. അതില്ലാതെയും വെച്ചിട്ടും നമ്മൾ 2 ടൈപ്പിലും ഫോട്ടോസ് എടുത്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ബോഡി ചെയിൻ ഇടണം എന്നുള്ള ആഗ്രഹം സഫലമായിക്കാണ് ഗൈസ്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കുറച്ച് എഡിറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സും അൺഎഡിറ്റഡ് പിക്ചേഴ്സും ഇടാം. കൂടുതൽ കാണാൻ എൻ്റെ അമൽ ബിൻ റഹ്മാൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.